അമൃത വയ്യാതായി കിടക്കുന്ന ദിവസം വൈഫ്. അപ്പോൾ ഇത് മെനിഞ്ചൈറ്റിസ് വന്നു, കൈവിട്ടങ്ങ് പോയി. അതിൻ്റെ അവസ്ഥ വളരെ ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ICU-ക്കകത്ത് ഈ സത്യം പറഞ്ഞാൽ കൈയും കാലും ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇത് വരുന്ന അകത്തുനിന്ന് കിട്ടുന്ന വാർത്തകളൊക്കെ വളരെ മോശപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഞാനാകെ തകർന്നിട്ട് സീമനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാതിരുന്നിട്ട് പിന്നെ അപ്പോൾ എനിക്കറിയാം പുള്ളിയുടെ പ്രത്യേകത ഈ ടെക്സ്റ്റ് വായിക്കും, മെസ്സേജ് അയച്ചാൽ എത്ര തിരക്കാണെങ്കിലും വായിക്കും. അപ്പോൾ ഞാൻ അന്ന് അയച്ചൊരു ടെക്സ്റ്റുണ്ട്, ഞാൻ ഇത് മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ടെക്സ്റ്റ് അയക്കുക. പിന്നെ എനിക്ക് കിട്ടുന്ന അപ്പോൾ ഇതിനിടയിൽ തന്നെ സാർ റിയാസ് അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അന്ന് PM മുഹമ്മദ് റിയാസ് വിദേശത്തോടെ യാത്രയിലാണ്. അപ്പോൾ ഇതിങ്ങനൊരു വലിയ ബുദ്ധിമുട്ടിൽപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ അപ്പോൾ തന്നെ വിദേശത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, ഞാൻ വല്ലാതെ കരയാണ്. അപ്പോൾ എന്നെ വല്ലാതെ സമാധാനിപ്പിക്കുന്നുണ്ട് സാർ റിയാസ്. ഞാൻ അതിനിടയിൽ ഇദ്ദേഹത്തെ ഞാൻ CMന് ടെക്സ്റ്റ് ചെയ്തല്ലോ. ഈ ടെക്സ്റ്റ് കിട്ടിയിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്കൊരു കോൾ ഇങ്ങോട്ട് വരെയാണ്, CMൻ്റെ കോൾ. ആ വരുന്ന കോളിൽ എന്നോട് പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്, ഞാൻ അപ്പോൾ ഈ കോളിനിടയിൽ പിന്നെ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതിലേക്ക് ഓടിയെത്തുന്നു. അവിടുത്തെ സിസ്റ്റം മുഴുവൻ വല്ലാതെ അലർട്ടാവുമെന്ന് എനിക്ക് കാണാൻ കഴിയും, ഞാൻ പുറത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോൾ ഇതാണ്, ഞാൻ സൂപ്രണ്ടുമായി സംസാരിച്ചു, വിഷമിക്കരുത്, മെനിഞ്ചൈറ്റിസാണ് അസുഖം, നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന സ്ഥലം നമുക്ക് ശ്രീചിത്രയാണല്ലോ. ശ്രീചിത്രയിലെ ഡോക്ടർമാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പറയാണ്, പുള്ളിയുടെ ആക്ഷൻ പ്ലാൻ പറയാണ്, സംസാരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് അവിടെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റാം. അത് അവരുമായി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ വിവരം ഉടനെ കിട്ടും. കിട്ടിയതിന് ശേഷം നമ്മൾ തീരുമാനമെടുക്കും. ക്ലിയറാണ്, വളരെ കൃത്യമാണ്, എനിക്ക് വളരെ ക്ലാരിറ്റി കിട്ടുന്നു. ആ കിട്ടുന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. തൊട്ടടുത്ത സമയത്ത് പിന്നെ അടുത്ത് ഒരു അരമണിക്കൂറിനകം എന്നെ തിരിച്ച് വിളിക്കുകയാണ്, വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇനി നമ്മുടെ പ്ലാനിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പ്ലാനിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്നു, നമ്മൾ മാറ്റുന്നില്ല. ശ്രീചിത്രയുടെ അഭിപ്രായവും ഇവിടെ തന്നെ തുടരട്ടെ എന്നാണ്. അപ്പോൾ മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് കൃത്യമായി പരിശോധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. പിന്നെ അതിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകും. എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ശ്രീചിത്ര തന്നെ മെഡിക്കൽ കോളേജിൽ പ്രൊവൈഡ് ചെയ്യും. ഈ പറയുന്നത് പുള്ളി എൻ്റെ ആ ടെക്സ്റ്റിന് ശേഷം പുള്ളി എടുത്തൊരു ആക്ഷനാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഇത് കഴിഞ്ഞു, നമ്മുടെ എന്താ പറയുക, മെഡിക്കൽ ബോർഡ് കഴിഞ്ഞിട്ട് എന്നെ ബ്രീഫ് ചെയ്യാണ്. അപ്പോഴും തിരിച്ചു വന്നിട്ടില്ല, പറയാറൊന്നുമായിട്ടില്ല. പക്ഷേ ഈ മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ് എന്നെ ബ്രീഫ് ചെയ്യുന്നു. അവർ ഇതെല്ലാം ബ്രീഫ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വിവരം പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും ഈ വിവരം മുഴുവനും ഓൾറെഡി അറിഞ്ഞിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് അറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് എനിക്ക് വിവരമുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വിഷമിക്കണ്ട, അതവർ നോക്കും. ഈ തരുന്നൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ സാങ്കേതികമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിനപ്പുറത്ത് ഈ ലഭിക്കുന്നൊരു കരുതലുണ്ടല്ലോ, ജൈവികമാണ്, അതീവ ജൈവികമാണ്. ആ ജൈവികത നേരിട്ട് ഞാനതാ പറഞ്ഞത്. അദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങേറ്റം പറയും, അങ്ങേറ്റത്തെ അഡ്മിനിസ്ട്രേറ്റർ, സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ ലോകം എന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ഇറയാണ്. പുറത്തു വരുന്ന പെർസെപ്ഷനിലൂടെയാണ് ആളുകളെ ജഡ്ജ് ചെയ്യാൻ നമുക്കിപ്പോൾ കഴിയുക, അല്ലേ? ആ പെർസെപ്ഷൻ്റെ നിങ്ങൾക്ക് സഖാവ് പിണറായി വിജയനെ പലതരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടേക്കാം. പക്ഷേ അടുത്ത് പോവുകയും സംസാരിക്കുകയും അടുത്ത് പ്രവർത്തിക്കുകയും, നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തോടൊപ്പം അടുത്ത് പ്രവർത്തിച്ച ഒരു IAS കാരൻ, ഒരു IPS കാരൻ, ഏതെങ്കിലും ഒരാൾ തള്ളിപ്പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല വാക്കുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അടുത്തിടപഴകുന്ന ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷൻ, അടുത്തിടപഴകുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് സത്യസന്ധമായി ഓഫ് ദി റെക്കോർഡ് നിങ്ങൾ സംസാരിച്ച് നോക്കൂ, ആരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയും.